വെൽക്കം ടു എജി പ്ലസ് മലയാളം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഫോറിൻ കോപ്പറേഷൻ്റെ ഇൻട്രൊഡക്ഷൻ ആണ്. ആദ്യമായിട്ട് പഠിക്കേണ്ടത് ഇംഗ്ലണ്ട് ആണ്. നമ്മുടെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ബർത്ത് പ്ലേസ് ആണ് ഇംഗ്ലണ്ട് എന്ന് പറയുന്നത്. ഇംഗ്ലണ്ട് മുതലാണ് ഫോറിൻ കോപ്പറേഷൻ പഠിച്ചു തുടങ്ങേണ്ടത്. ബർത്ത് പ്ലേസ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇംഗ്ലണ്ട്. കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ബർത്ത് പ്ലേസ് എന്നറിയപ്പെടുന്നത് ഇംഗ്ലണ്ട് ആണ്. ബർത്ത് പ്ലേസ് ഓഫ് കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് ഇംഗ്ലണ്ട്. കൺസ്യൂമർ കോപ്പറേറ്റീവ്സിനും ബർത്ത് പ്ലേസ് എവിടെയാണ്? ഇംഗ്ലണ്ട് ആണ്. ബർത്ത് പ്ലേസ് ഓഫ് ഹൗസിംഗ് കോപ്പറേറ്റീവ്സ് ഇംഗ്ലണ്ട്. കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ബർത്ത് പ്ലേസ്, കൺസ്യൂമർ കോപ്പറേറ്റീവ്സിൻ്റെ ബർത്ത് പ്ലേസ്, ഹൗസിംഗ് കോപ്പറേറ്റീവ്സിൻ്റെ ബർത്ത് പ്ലേസ് എവിടെയാണ്? ഇംഗ്ലണ്ട് ആണ്. പ്യുവർ ഡെപ്പോസിറ്റ് ബാങ്കിങ് റിലേറ്റ്സ് ടു ഇംഗ്ലണ്ട്. പ്യുവർ ഡെപ്പോസിറ്റ് ബാങ്കിങ് എന്ന് പറയുന്നത് എന്തുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നു? ഇംഗ്ലണ്ടുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നു. ഹോളിയോക്ക് ഹൗസ് ഈസ് ദി ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് യൂണിയൻ ഇൻ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലെ കോപ്പറേറ്റീവ് യൂണിയൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ് ഹോളിയോക്ക് ഹൗസ് എന്ന് അറിയപ്പെടുന്നത്. ഫസ്റ്റ് കൺസ്യൂമർ സൊസൈറ്റി ഫോംഡ് ഇൻ ഇംഗ്ലണ്ട്. റോച്ച്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയർ സൊസൈറ്റി 1844. ഇംഗ്ലണ്ടിൽ ഫോം ചെയ്ത ആദ്യത്തെ കൺസ്യൂമർ സൊസൈറ്റി ഏതാണ്? റോച്ച്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയർ സൊസൈറ്റി 1744 ഫോം ചെയ്തത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് റോച്ച്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയർ സൊസൈറ്റിയാണ്. 1844 ഇത് ഫോം ചെയ്തത്. ഇതിൻ്റെ അബ്രീവിയേഷൻ ആണ് REPS എന്നറിയപ്പെടുന്നത്. റോച്ച്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയർ സൊസൈറ്റി. റോച്ച്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയർ സൊസൈറ്റി വാസ് ഫൗണ്ടഡ് ഇൻ 1844. റോച്ച്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയർ സൊസൈറ്റി 1844 നിലവിൽ വന്നത്. ഫസ്റ്റ് സക്സസ്ഫുൾ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ദ വേൾഡ്, റോച്ച്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയർ സൊസൈറ്റി. റോച്ച്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയർ സൊസൈറ്റി സ്റ്റാർട്ടഡ് കൺസ്യൂമർ ബിസിനസ് ഇൻ 21 ഡിസംബർ 1844. 21/12/1844 റോച്ച്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയർ സൊസൈറ്റി അതിൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. കൺസ്യൂമർ ബിസിനസ് ആയിരുന്നു റോച്ച്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയർ സൊസൈറ്റി തുടങ്ങിയത്. 21 ഡിസംബർ 1844 റോച്ച്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയർ സൊസൈറ്റി അതിൻ്റെ ബിസിനസ് ആരംഭിച്ചത്. റോച്ച്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയർ സൊസൈറ്റി വാസ് ഫോംഡ് ബൈ 28 വീവേഴ്സ് ഇൻക്ലൂഡിംഗ് എ ലേഡി ആൻഡ് ടെയിൽ. റോച്ച്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയർ സൊസൈറ്റി ഫോം ചെയ്തത് 28 വീവേഴ്സ് കൂടിയായിരുന്നു. അതിൽ ഒരു ലേഡിയാണ് ഉണ്ടായിരുന്നത്. ലേഡിയുടെ പേരാണ് ആൻഡ് ടെയിൽ. ഫസ്റ്റ് പ്രസിഡന്റ് ചാൾസ് ഹൗറാത്ത്. റോച്ച്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയർ സൊസൈറ്റി REPSൻ്റെ ഫസ്റ്റ് പ്രസിഡന്റ് ആരായിരുന്നു? ചാൾസ് ഹൗറാത്ത് ആയിരുന്നു. ഫസ്റ്റ് സെക്രട്ടറി ഓഫ് റോച്ച്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയർ സൊസൈറ്റി ജെയിംസ് ഡാലി. റോച്ച്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയർ സൊസൈറ്റിയുടെ ആദ്യത്തെ സെക്രട്ടറി ആരായിരുന്നു? ജെയിംസ് ഡാലി ആയിരുന്നു. ജെയിംസ് ഡാലി. ദ എമൗണ്ട് ഓഫ് ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ 28 വീവേഴ്സ് 28 പൗണ്ട്സ്. നമ്മൾ പറഞ്ഞു 28 വീവേഴ്സ് ചേർന്നിട്ടാണ് റോച്ച്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയർ സൊസൈറ്റി രൂപീകരിച്ചതെന്ന്. ഈ 28 വീവേഴ്സിൽ ഓരോ വീവേഴ്സും ഓരോ പൗണ്ട് വീതം എടുത്ത് 28 പൗണ്ട് ഷെയർ ക്യാപിറ്റലായിട്ടായിരുന്നു റോച്ച്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയർ സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്തത്. ട്രേഡ് യൂണിയൻസ് വെയർ ഓർഗനൈസ്ഡ് ബൈ ചാൾസ് ഹൗറാത്ത്. ട്രേഡ് യൂണിയൻസ് ഓർഗനൈസ് ചെയ്തത് ആരാണ്? ചാൾസ് ഹൗറാത്ത് ആണ്. ചാൾസ് ഹൗറാത്ത് ഈസ് നോൺ ആസ് കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കർ എന്നറിയപ്പെടുന്നത് ആരാണ്? ചാൾസ് ഹൗറാത്ത് ആണ്. റോച്ച്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയർ സൊസൈറ്റി വാസ് രജിസ്റ്റേർഡ് ആസ് പെർ ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് 1793. റോച്ച്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയർ സൊസൈറ്റിയുടെ ഡേറ്റ് എന്നായിരുന്നു? 1844 ആയിരുന്നു. ഇത് രജിസ്റ്റർ ചെയ്തത് ഏത് ആക്ട് പ്രകാരമാണ്? ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് പ്രകാരമാണ്. ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് 1793 പ്രകാരമാണ് റോച്ച്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയർ സൊസൈറ്റി രജിസ്റ്റർ ചെയ്തത്. വീവേഴ്സ് ഓഫ് ഡ്രീംസ് ബുക്ക് റിട്ടൺ ബൈ ഡേവിഡ് ജെ തോംസൺ. വീവേഴ്സ് ഓഫ് ഡ്രീംസ് എന്ന് പറയുന്ന ബുക്ക് രചിച്ചത് ആരാണ്? ഡേവിഡ് ജെ തോംസൺ ആണ്. വീവേഴ്സ് ഓഫ് ഡ്രീംസ് ഡേവിഡ് ജെ തോംസൺ. എ സെഞ്ചുറി ഓഫ് കോപ്പറേഷൻ ഇൻ റോച്ച്ഡെയിൽ ഹെൻറി ബ്രൗൺ. എ സെഞ്ചുറി ഓഫ് കോപ്പറേഷൻ ഇൻ റോച്ച്ഡെയിൽ എന്ന ബുക്ക് രചിച്ചത് ആരാണ്? ഹെൻറി ബ്രൗൺ ആണ്. ഹിസ്റ്ററി ഓഫ് റോച്ച്ഡെയിൽ പൈനിയേഴ്സ് ജോർജ് ജേക്കബ് ഹോളിയോക്ക്. ഹിസ്റ്ററി ഓഫ് റോച്ച്ഡെയിൽ പൈനിയേഴ്സ് എന്ന പുസ്തകം രചിച്ചത് ജോർജ് ജേക്കബ് ഹോളിയോക്ക് ആണ്. ജോർജ് ജേക്കബ് ഹോളിയോക്ക്. വീവേഴ്സ് ഓഫ് ഡ്രീം എന്ന് പറയുന്നത് ഡേവിഡ് ജെ തോംസൺ.
എ സെഞ്ചുറി ഓഫ് കോപ്പറേഷൻ ഇൻ റോച്ച്ഡെയിൽ ബൈ ഹെൻറി ബ്രൗൺ. ഹിസ്റ്ററി ഓഫ് റോച്ച്ഡെയിൽ പൈനിയേഴ്സ് ബൈ ജോർജ് ജേക്കബ് ഹോളിയോക്ക്. In 1860, Rochdale Pioneers laid 7 principles of cooperation. 1860 റോച്ച്ഡെയിൽ പൈനിയേഴ്സ് 7 പ്രിൻസിപ്പിൾസ് രൂപീകരിച്ചത്. ഏതൊക്കെയാണ് ആ പ്രിൻസിപ്പിൾസ്? ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോള്, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പാട്രണേജ് ഡിവിഡൻഡ്, ക്യാഷ് ട്രേഡിംഗ്, പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി, സെല്ലിംഗ് പ്യുവർ ആൻഡ് അൺഅഡൾട്ടറേറ്റഡ് ഗുഡ്സ്. 1860 റോച്ച്ഡെയിൽ പൈനിയേഴ്സ് 7 പ്രിൻസിപ്പിൾസ് രൂപീകരിച്ചു. ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോള്, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പാട്രണേജ് ഡിവിഡൻഡ്, ക്യാഷ് ട്രേഡിംഗ്, പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി, സെല്ലിംഗ് പ്യുവർ ആൻഡ് അൺഅഡൾട്ടറേറ്റഡ് ഗുഡ്സ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് റോബർട്ട് ഓവനെ കുറിച്ചിട്ടാണ്. വേൾഡ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ പിതാവാണ് റോബർട്ട് ഓവൻ. റോബർട്ട് ഓവൻ 1771 ജനിച്ചത്. 14/5/1771 ന്യൂട്ടൺ എന്ന് പറയുന്ന പ്ലേസിലാണ് റോബർട്ട് ഓവൻ ജനിച്ചത്. UK ന്യൂട്ടൺ എന്ന് പറയുന്ന സ്ഥലത്ത് 14 മെയ് 1771 റോബർട്ട് ഓവൻ ജനിച്ചത്. റോബർട്ട് ഓവൻ മരിച്ച വർഷം 1858. റോബർട്ട് ഓവൻ മരിച്ച വർഷം 1858. 17/11/1858 റോബർട്ട് ഓവൻ മരിച്ചത്. ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ദ വേൾഡ് റോബർട്ട് ഓവൻ. ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ദ വേൾഡ് എന്നറിയപ്പെടുന്നത് ആരാണ്? റോബർട്ട് ഓവൻ ആണ്. നമ്മുടെ ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഫ്രെഡറിക് നിക്കോൾസൺ ആണ്. കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ദ വേൾഡ് എന്ന് പറയുന്നത് റോബർട്ട് ഓവൻ ആണ്. ഫൗണ്ടർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ദ വേൾഡ് റോബർട്ട് ഓവൻ. ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ദ വേൾഡ് എന്നും ഫൗണ്ടർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ദ വേൾഡ് എന്നും അറിയപ്പെടുന്നത് ആരാണ്? റോബർട്ട് ഓവൻ ആണ്. എ ന്യൂ വ്യൂ ഓഫ് സൊസൈറ്റി ഈസ് എ ബുക്ക് പബ്ലിഷ്ഡ് ബൈ റോബർട്ട് ഓവൻ. റോബർട്ട് ഓവൻ പബ്ലിഷ് ചെയ്ത ഒരു ബുക്കിൻ്റെ പേരാണ് എ ന്യൂ വ്യൂ ഓഫ് സൊസൈറ്റി. എ ന്യൂ വ്യൂ ഓഫ് സൊസൈറ്റി എന്ന് പറയുന്നത് ആരുടെ പുസ്തകമാണ്? റോബർട്ട് ഓവൻ്റെ പുസ്തകമാണ്. No man by birth neither too good nor too bad, but circumstances make a man good or bad. ഈ ഫേമസ് സ്റ്റേറ്റ്മെൻറ്റ് ആരുടേതാണ്? റോബർട്ട് ഓവൻ്റേതാണ്. ജന്മന ഒരു മനുഷ്യനും നല്ലതും ചീത്തയും ആകുന്നില്ല, അയാളുടെ സാഹചര്യങ്ങളാണ് അയാളെ നല്ലതും ചീത്തയും ആക്കുന്നതെന്ന് പറഞ്ഞത് ആരാണ്? റോബർട്ട് ഓവനാണ്. ന്യൂ ലെനാർക്ക് മില്ല്, നെയിം ഓഫ് മിൽ ഓഫ് റോബർട്ട് ഓവൻ. റോബർട്ട് ഓവൻ്റെ മില്ലിൻ്റെ പേരെന്തായിരുന്നു? ന്യൂ ലെനാർക്ക് മില്ല് എന്നായിരുന്നു. റോബർട്ട് ഓവൻ്റെ മില്ലിൻ്റെ പേരെന്താണ്? ന്യൂ ലെനാർക്ക് മില്ല്. ഉട്ടോപ്യൻ സോഷ്യലിസ്റ്റ് റോബർട്ട് ഓവൻ. റോബർട്ട് ഓവൻ അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരാണ് ഉട്ടോപ്യൻ സോഷ്യലിസ്റ്റ്. ഉട്ടോപ്യൻ സോഷ്യലിസ്റ്റ് എന്നറിയപ്പെടുന്നത് ആരാണ്? റോബർട്ട് ഓവൻ ആണ്. ഫൗണ്ടർ ഓഫ് കോപ്പറേറ്റീവ് ഐഡിയോളജി റോബർട്ട് ഓവൻ. കോപ്പറേറ്റീവ് ഐഡിയോളജിയുടെ ഫൗണ്ടർ എന്നറിയപ്പെടുന്നത് ആരാണ്? റോബർട്ട് ഓവൻ ആണ്. ഡോക്ട്രൈൻ ഓഫ് സർക്കംസ്റ്റൻസസ് ഈസ് ദ തിയറി ഡെവലപ്ഡ് ബൈ റോബർട്ട് ഓവൻ. റോബർട്ട് ഓവൻ ഡെവലപ്പ് ചെയ്ത ഒരു തിയറിയാണ് ഡോക്ട്രൈൻ ഓഫ് സർക്കംസ്റ്റൻസസ്. ഡോക്ട്രൈൻ ഓഫ് സർക്കംസ്റ്റൻസസ് എന്ന് പറയുന്ന തിയറി ഡെവലപ്പ് ചെയ്തത് ആരാണ്? റോബർട്ട് ഓവൻ ആണ്. ഇക്വിറ്റബിൾ ലേബർ എക്സ്ചേഞ്ച് റോബർട്ട് ഓവൻ. ഇക്വിറ്റബിൾ ലേബർ എക്സ്ചേഞ്ച് നിലവിൽ കൊണ്ടുവന്നത് ആരാണ്? റോബർട്ട് ഓവൻ ആണ്. ലേബർ നോട്ട്സ് റോബർട്ട് ഓവൻ. ലേബർ നോട്ട്സ് എന്ന് പറയുന്ന സമ്പ്രദായം നിലവിൽ കൊണ്ടുവന്നത് ആരാണ്? റോബർട്ട് ഓവൻ ആണ്. കോപ്പറേറ്റീവ് കോളനീസ് റോബർട്ട് ഓവൻ. ഇക്വിറ്റബിൾ ലേബർ എക്സ്ചേഞ്ച്, ലേബർ നോട്ട്, കോപ്പറേറ്റീവ് കോളനീസ് എന്നിവ കൊണ്ടുവന്നത് ആരാണ്? റോബർട്ട് ഓവൻ ആണ്. റോബർട്ട് ഓവൻ ഈസ് നോൺ ആസ് പുവർ മാൻസ് ഡോക്ടർ. റോബർട്ട് ഓവൻ അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരെന്താണ്? പുവർ മാൻസ് ഡോക്ടർ എന്നാണ് റോബർട്ട് ഓവൻ അറിയപ്പെട്ടിരുന്നത്. സെക്യുലറിസ്റ്റ് കോപ്പറേറ്റർ എന്നറിയപ്പെട്ടിരുന്നതും ആരാണ്? റോബർട്ട് ഓവൻ ആണ്. ഉട്ടോപ്യൻ സോഷ്യലിസ്റ്റ്, പുവർ മാൻസ് ഡോക്ടർ, സെക്യുലറിസ്റ്റ് കോപ്പറേറ്റർ എന്നൊക്കെ അറിയപ്പെട്ടിരുന്നത് ആരാണ്? റോബർട്ട് ഓവൻ ആണ്. റോബർട്ട് ഓവൻ സ്പ്രെഡ് ദി ഐഡിയാസ് ഓഫ് പ്രോഫിറ്റ്ലെസ് സൊസൈറ്റി, എലിമിനേഷൻ ഓഫ് മിഡിൽ മാൻ, ഇക്വാളിറ്റി. റോബർട്ട് ഓവൻ ആണ് പ്രോഫിറ്റ്ലെസ് സൊസൈറ്റി, മിഡിൽ മാൻ എലിമിനേഷൻ, ഇക്വാളിറ്റി തുടങ്ങിയ ഐഡിയാസ് സ്പ്രെഡ് ചെയ്തത്.
ദ എഡിറ്റർ ഓഫ് ഡെയിലി കോൾഡ് ന്യൂ മോറൽ വേൾഡ്, റോബർട്ട് ഓവൻ. ന്യൂ മോറൽ വേൾഡ് എന്ന് പറയുന്ന ഡെയിലിയുടെ എഡിറ്റർ ആരായിരുന്നു? റോബർട്ട് ഓവൻ ആയിരുന്നു. കോപ്പറേറ്റീവ് കോളനീസ് വെയർ ഫോംഡ് ബൈ റോബർട്ട് ഓവൻ. കോപ്പറേറ്റീവ് കോളനീസ് ഫോം ചെയ്തത് ആരാണ്? റോബർട്ട് ഓവൻ ആണ്. ദ മെയിൻ ഒബ്ജക്റ്റ് ഓഫ് കോപ്പറേറ്റീവ് കോളനി ഈസ് എലിമിനേഷൻ ഓഫ് മിഡിൽ മാൻ. കോപ്പറേറ്റീവ് കോളനി രൂപീകരിച്ചതിൻ്റെ മെയിൻ ഒബ്ജക്റ്റ് എന്തായിരുന്നു? മിഡിൽ മാൻ എലിമിനേഷൻ ആയിരുന്നു. എലിമിനേഷൻ ഓഫ് മിഡിൽ മാൻ ആയിരുന്നു കോപ്പറേറ്റീവ് കോളനിയുടെ മെയിൻ ഒബ്ജക്റ്റ്. ഫാദർ ഓഫ് ലേബർ വെൽഫെയർ ഓർഗനൈസേഷൻ, റോബർട്ട് ഓവൻ. ലേബർ വെൽഫെയർ ഓർഗനൈസേഷൻ്റെ ഫാദർ ആരാണ്? റോബർട്ട് ഓവൻ ആണ്. ഫാദർ ഓഫ് ലേബർ വെൽഫെയർ ഓർഗനൈസേഷൻ റോബർട്ട് ഓവൻ. Robert Owen introduced a society with a mixed membership of both producers and consumers called labor exchange. നമ്മൾ പറഞ്ഞു ലേബർ എക്സ്ചേഞ്ച് നിലവിൽ കൊണ്ടുവന്നത് ആരാണ്? റോബർട്ട് ഓവൻ ആണ്. പ്രൊഡ്യൂസേഴ്സിനും കൺസ്യൂമേഴ്സിനും ഒരുപോലെ മെമ്പർഷിപ്പ് എടുക്കാൻ സാധിക്കുന്ന സൊസൈറ്റി കൊണ്ടുവന്നതാണ് റോബർട്ട് ഓവൻ. അതിൻ്റെ പേരാണ് ലേബർ എക്സ്ചേഞ്ച്. പ്രൊഡ്യൂസേഴ്സിനും കൺസ്യൂമേഴ്സിനും ഒരുപോലെ തന്നെ മെമ്പർഷിപ്പ് എടുക്കാൻ സാധിക്കുന്ന ഒരു സൊസൈറ്റി രൂപീകരിച്ചിരുന്നു റോബർട്ട് ഓവൻ. അതാണ് ലേബർ എക്സ്ചേഞ്ച്. ദ പാഷനേറ്റ് ഫോളോവർ ഓഫ് റോബർട്ട് ഓവൻ, വില്യം കിങ്. റോബർട്ട് ഓവൻ്റെ പാഷനേറ്റ് ഫോളോവർ ആരായിരുന്നു? വില്യം കിങ് ആയിരുന്നു. ദ വില്ലേജ് കോപ്പറേറ്റീവ്സ് വാസ് ഫൗണ്ടഡ് ബൈ റോബർട്ട് ഓവൻ. വില്ലേജ് കോപ്പറേറ്റീവ്സ് സ്ഥാപിച്ചതാരാണ്? റോബർട്ട് ഓവൻ ആണ്. ദ വാല്യൂ ഓഫ് പ്രൊഡക്റ്റ് വാസ് കാൽക്കുലേറ്റഡ് ഓൺ ദി ബേസിസ് ഓഫ് വർക്കിംഗ് അവേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കോൾഡ് ലേബർ നോട്ട്. ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ എടുത്ത സമയത്തിന് അനുസരിച്ചിട്ട് ആ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ നിശ്ചയിക്കുന്നതിനെയാണ് നമ്മൾ ലേബർ നോട്ട് എന്ന് പറയുന്നത്. ഈ ലേബർ നോട്ട് സിസ്റ്റം കൊണ്ടുവന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? റോബർട്ട് ഓവൻ ആണ്. അബോളിഷൻ ഓഫ് പ്രൈവറ്റ് പ്രോഫിറ്റ് വാസ് ദി മോട്ടോ ഓഫ് റോബർട്ട് ഓവൻ. അബോളിഷൻ ഓഫ് പ്രൈവറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ആരുടെ മോട്ടോ ആയിരുന്നു? റോബർട്ട് ഓവൻ്റെ മോട്ടോ ആയിരുന്നു. നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് ഫോറിൻ കോർപ്പറേഷൻ്റെ ഇൻട്രൊഡക്ഷനും റോബർട്ട് ഓവനുമാണ്. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. ഇതിൽ നിന്നും എക്സാമിന് ഉറപ്പായും ചോദ്യങ്ങളുണ്ടാകും. എല്ലാവരും നല്ലപോലെ പഠിക്കുക, റിവൈസ് ചെയ്ത് തന്നെ പഠിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ടെലഗ്രാം ഗ്രൂപ്പുണ്ട്, താല്പര്യമുള്ളവർ ഗ്രൂപ്പിൽ കൂടെ ജോയിൻ ചെയ്യുക. CSEB ജൂനിയർ ക്ലർക്ക്, CSEB അസിസ്റ്റൻറ്റ് സെക്രട്ടറി, PSC വിളിച്ചിട്ടുള്ള ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ തുടങ്ങിയ എക്സാമുകളുടെ ക്ലാസ്സുകളായിരിക്കും നമ്മുടെ ചാനലിൽ ഇനി മുതൽ ഉണ്ടാവുക. കൂടുതൽ ക്ലാസ്സുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.